അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് നമുക്ക് എ ഉപയോഗിച്ച് ഫ്രീ ആയിട്ട് ഒരു വെബ്സൈറ്റ് എങ്ങനെ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കുന്ന ക്ലൗഡിയാണ്. അപ്പോൾ നമ്മൾ ക്ലൗഡി ഓപ്പൺ ചെയ്യുക. ക്ലൗഡി ഇല്ലാത്തവരെന്ത് ചെയ്യുക, ബ്രൗസറിൽ ക്ലൗഡിൽ നിന്ന് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് പുതിയ ചാറ്റ് ഒരു കണ്ടൻറ്റ് കൊടുക്കുക. at a website of education ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, ഗൂഗിളിൽ പോയിട്ട് ഇവിടുന്ന് സെറ്റ്. ഇപ്പോൾ ഞാൻ ഇവിടുന്ന് എനിക്ക് എങ്ങനെ അറിയുമ്പോൾ ഞാനും പുതിയ ടാബ് തുറന്നിട്ട് ഗൂഗിളിൽ പോയിട്ട് സിൽവർ റോസ് ഡിജിറ്റൽ അക്കാഡമി ഡീറ്റെയിൽസ് കൊടുത്താൽ ഡിജിറ്റൽ അക്കാഡമി details. ഇവിടെ എന്ത് ചെയ്യുക, നമ്മൾ കൊടുത്ത വെബ്സൈറ്റ് ഇവിടെ ഒന്ന് പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രോംപ്റ്റ് ഫുള്ള് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ക്ലൗഡി എന്തൊക്കെയാണ് ഇവിടെ ലൈവായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ ഞങ്ങൾക്ക് ഇവിടെ കാണാം. നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസ് അനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ക്ലൗഡി ഇപ്പോൾ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ച് ടൈം എടുക്കും. പിന്നെ ക്ലൗഡി ജനറേറ്റ് ചെയ്യാൻ നല്ലതല്ല, പക്ഷേ ഏറ്റവും നല്ലത് ജനറേറ്റ് ചെയ്യാൻ ഏറ്റവും നല്ല ChatGPT മറ്റേ ജെമിനിയാണ്. അപ്പോൾ നിങ്ങളോട് കണ്ട പോലെ നമ്മളിപ്പോൾ ഏകദേശം ഉണ്ടാക്കിയ എല്ലാ ഇവിടെ ഉണ്ടാക്കിയ ഒരു വെബ്സൈറ്റാണ് ഇവിടെ കാണാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു PDF ആയിട്ടാണ് ഓരോ പറ്റുക. ഞാൻ കൊടുത്തതിന് വെബ്സൈറ്റിൽ നിന്ന് നല്ലൊരു വെബ്സൈറ്റ് ഉണ്ടാക്കാനാണ്. അപ്പോൾ ഒരു നല്ലപോലെ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കിയാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിൽ വല്ല എഡിറ്റിങ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. എഡിറ്റ് നല്ലപോലെ ചെയ്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അതേപോലെ നല്ല വെബ്സൈറ്റ് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഇവിടെ ഈ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡൊന്ന് PDF ക്ലിക്ക് ചെയ്താൽ മതി. PDF ആയിട്ട് ക്ലിക്ക് ചെയ്ത് സേവ് ടു ഫയൽസ് കൊടുക്കുക. നിങ്ങൾ ഫയൽ എവിടെ വെച്ചാൽ സേവ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.